ഗൃഹാതുര സ്മരണകളുടെ 1000 വർണ്ണപ്പൂക്കളങ്ങൾ തീർത്ത് ഓണമാഘോഷം. പൂക്കളമിട്ടും സദ്യയുണ്ടും ഒരുമയുടെ ആഘോഷം ഗംഭീരമാക്കി മലയാളികൾ. കള്ളവും ചതിവുമില്ലാത്ത മാവേലി നാടിന്റെ സ്മരണയാണ് മലയാളികൾക്ക് തിരുവോണം. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിച്ച ആ പഴയ കാലം. പണ്ട് കേരളം ഭരിച്ച മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിന്റെ ഐതിഹ്യം. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരും എന്നാണ് വിശ്വാസം. കാർഷിക സമൃദ്ധിയുടെ സ്മരണകൾ നിറഞ്ഞ പഴയ കാലത്തിന്റെ ശേഷിപ്പുകളിൽ ഒന്നുകൂടിയാണ് ഓണം. ദുരിതങ്ങളുടെ പേമാരി പെയ്തൊഴിഞ്ഞ് ആകാശം തെളിയുന്ന പൊന്നിൻ ചിങ്ങം തുടങ്ങുമ്പോൾ തന്നെ മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ പൂവ് പറിക്കാൻ പോകുന്നതും കൊട്ടയായിട്ട് പോയിട്ട് പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് പൂവിടുന്ന അങ്ങനത്തെ ഒരു ഓർമ്മയാണുള്ളത്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പൂ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പഴയ കാലത്തെ ഓണമായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓണസദ്യ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. പിന്നെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓണസദ്യയാണ് ഉണ്ടാറ്. ഇപ്പം നമ്മളെല്ലാം റെഡിമെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കുട്ടികളൊക്കെ പഴയ കാലത്തെ ഓണം അറിയണം എന്നാണ് ആഗ്രഹം. അത്തം മുതൽ 10 നാൾ വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കും. കുട്ടികൾ പൂവട്ടിയുമായി പാടത്തും പറമ്പത്തുമെല്ലാം നടന്നാണ് പൂക്കൾ ശേഖരിക്കുന്നത്. തുമ്പപ്പൂ, ചെത്തി, മന്ദാരം, ചെമ്പരത്തി, അരളിപ്പൂ തുടങ്ങി ഒരുപാട് പൂക്കൾ ശേഖരിക്കും. തിരുവോണനാളിൽ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കും. പിന്നെ വീട്ടുമുറ്റത്ത് മനോഹരമായ പൂക്കളങ്ങൾ തീർക്കും. അപ്പോഴേക്കും അടുക്കളയിൽ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടാവും. കായ വറുത്തതും ശർക്കര വരട്ടിയുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കുന്ന രീതിയായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. പിന്നെ തൂശനിലയിൽ ചോറും 8 കൂട്ടം കറികളും അവിയലും പഴവും പായസവും പപ്പടവും എല്ലാം കൂട്ടിയുള്ള സദ്യ. സദ്യയ്ക്ക് ശേഷം പാട്ടും കളികളുമാണ്. ഊഞ്ഞാലാട്ടം, തുമ്പിതുള്ളൽ, പുലികളി, അമ്പെയ്ത്ത് തുടങ്ങി ഓരോ ദേശത്തും അത് വ്യത്യാസപ്പെട്ടിരിക്കും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോകം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. പിന്നെ അടുത്ത ഓണത്തിനായുള്ള കാത്തിരിപ്പ്. DD ന്യൂസ്, കോഴിക്കോട്. ഗൃഹാതുര സ്മരണകളുടെ 1000 പൂക്കളങ്ങൾ ഒരുക്കി നാടെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഏവർക്കും ദൂരദർശന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.